OET IELTS പഠനം മുതൽ UK ന്യൂസിലൻഡ് റിക്രൂട്ട്മെന്റ് വരെ ജിനൂസ് അക്കാഡമി ഉറപ്പു നൽകുന്നു. SLPR Global Railways and Pilgrimage Trip and Holiday Tours. For booking call 8008800800. നമുക്ക് നമ്മുടെ പഠനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ ഇപ്പൊ നമ്മൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ടിട്ട് കാര്യം സംസാരിക്കില്ല. സൈജുവിന്റെ പ്രശ്നം, സൈജുബയുടെ പ്രശ്നമാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പുള്ളി പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ കൂടുതൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് സർജറിക്ക് വന്നപ്പോൾ പുള്ളിക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 മാസത്തേക്ക് പുള്ളിക്ക് റെസ്റ്റാണ്. ആസിഫ് അലിയാണ് ഇതിനകത്ത് പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് രഞ്ജിത്ത്. സംവിധായകൻ നിശാന്ത് സാഹിബിന് തോന്നിയത് രഞ്ജിത്ത് സിനിമ എന്നുള്ളത് ഒരു വളരെ പഞ്ചുള്ള ഒരു ലൈനാണല്ലോ നിശാന്തിനെ കുറിച്ച്. അതായത് നമുക്കൊരു സീൻ പറഞ്ഞു തരുമ്പോൾ ഒരു മോഡുലേഷനും ഉണ്ടാവില്ല. പുള്ളി പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു തരുമ്പോൾ പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് പറഞ്ഞു തരുമ്പോൾ ആ സാധനം നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കഥ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ അതിലെ കഥാപാത്രം എന്താണെന്ന് അത് കൂടുതൽ വിശദീകരിച്ച് ചോദിക്കുന്നതിലുപരി വാട്ട് ഐ വാസ് ഹാപ്പി വാസ് ബിക്കോസ് ഹി കോൾഡ് മീ. സോ ദാറ്റ് ഈസ് മൈ പ്രയോറിറ്റി ദർ. പിന്നെ മോഡലിംഗ് ഡേയ്സിൽ ഫസ്റ്റ് എന്നെ പോസ് ചെയ്യാൻ പഠിപ്പിച്ച ഇദ്ദേഹമാണ്. ഇങ്ങനെ പോസ് ചെയ്യും, എന്നെ ഇങ്ങനെ പറഞ്ഞത് ഇദ്ദേഹമാണ്. സോ അഗെയിൻ ചിത്രത്തില് ഇദ്ദേഹത്തിന് നോക്കി ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ഹിം ബിക്കോസ് ഞങ്ങൾക്ക് പരിചയമുള്ളത്. ഇനി കുറച്ച് ഓഡീഷനൊക്കെ ആയിട്ട് 3-4 പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ വർഷത്തിന് ശേഷം സിനിമ നാളെ റിലീസ് ആവുകയാണ്. അപ്പൊ നമ്മൾ സിനിമയിൽ അഭിനയിച്ച നമ്മളെല്ലാം പ്രിയപ്പെട്ട താരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സിനിമയുടെ കൂടുതൽ ശേഷം ഓരോരുത്തരായിട്ട് പറയുന്നതായിരിക്കും. അതിനുവേണ്ടി അശോകനെ ആദ്യമായിട്ട് ക്ഷണിക്കുക. ഇതിന്റെ സിനിമയെ കുറിച്ച്, ഇതിന്റെ കഥയെ കുറിച്ച് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത്രയും കാര്യങ്ങൾ അതിലെ സസ്പെൻസാണ്. അതിൽ നമ്മളുടെ ഹീറോ അറിയാലോ, ആസിഫ് സുഖമില്ല, അതുകൊണ്ട് ആസിഫ് ഇല്ല, അങ്ങനെ 1-2 പേരൊന്നും നമ്മുടെ ഇവിടെ ഇല്ല, ഇവിടെ പ്രസന്റ് ആകാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങളുണ്ട്. എന്നാലും നമുക്ക് ഇതിന്റെ മറ്റുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എന്റെ ക്യാരക്ടർ ഇതിനകത്ത് പ്രൊഡ്യൂസറാണ്. ഇതാണ് ഒറിജിനൽ പ്രൊഡ്യൂസർ. ഞാനിതൊരു ക്യാരക്ടർ പ്രൊഡ്യൂസറാണ്. ആ ക്യാരക്ടർ പ്രൊഡ്യൂസറിൽ വളരെ പ്രത്യേകത ഉണ്ട് ഈ കഥ പറയാൻ നേരത്ത്. അതുകൊണ്ട് തന്നെ കഥ പറയാൻ പറ്റില്ല, പിന്നെ പറയാനുള്ളത് ഇരിക്കുന്നവർക്കാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഷൈജു ഗ്രൂപ്പിലേക്ക് ബൈക്ക് കൊടുക്കാം. അതായിരിക്കും രഞ്ജിത്ത് സിനിമ. എന്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്റെ ടൈറ്റിൽ എന്തുകൊണ്ട് റിവീൽ ചെയ്തില്ല പോസ്റ്ററിൽ. പക്ഷെ രഞ്ജിത്ത് സിനിമ എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ. ഇപ്പോഴും നമ്മള് വാട്സാപ്പില് സ്റ്റാറ്റസ് ആയിട്ട് ഇതിനെപ്പറ്റി എന്തൊക്കെ ഇടുമ്പോഴത്തേക്കും ഇത് പോസ്റ്ററുള്ള അല്ലെങ്കിൽ ടീസറുള്ള ട്രെയിലറുള്ള ഇതിന്റെ ടൈറ്റിൽ എന്താണെന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന മെസ്സേജ് വരാം. അപ്പൊ രഞ്ജിത്ത് സിനിമ എന്ന ടൈറ്റിൽ ഇത് ചെറിയ രീതിയിൽ സിനിമയുടെ ഉള്ളൊരു സിനിമയും കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് രഞ്ജിത്ത് സിനിമ എന്നുള്ള പേര് വന്നത്. പിന്നെ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ആസിഫ് അലിയുടെ കഥാപാത്രത്തിന്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഈ സിനിമയിൽ. അപ്പൊ അങ്ങനെയാണ് ഈ ടൈറ്റില് ഉണ്ടായത്. വേറെ ഇതൊരു സംവിധായകൻ നിശാന്ത് സാഹിബ് പറഞ്ഞ പ്രകാരം ഇതൊരു റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലറാണ്, റിയലിസ്റ്റിക് ഫിക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു ജോണർ കൂടെ ഉണ്ട്. ഇനി ഏതായാലും മറ്റന്നാൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനും സിനിമ മൊത്തത്തിലും കണ്ടിട്ടില്ല, 2 പോർഷൻസ് മാത്രം ഞാൻ ഡബ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും മറ്റന്നാൾ സിനിമ കണ്ടിട്ട് നിങ്ങളും റിവ്യൂസ് പറയുക. ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ഉള്ളൊരു സിനിമയാണ്. നിശാന്ത് സാഹിബ് അദ്ദേഹം ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പല പ്രഗത്ഭരായിട്ടും അദ്ദേഹം ടീം അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം, അദ്ദേഹം ഇവിടെ ഇല്ലാത്തപ്പോൾ ആക്ച്വലി നന്നായി അദ്ദേഹത്തിനെ പറ്റി കോടതി പറയാം, ഇരുത്തിക്കൊണ്ട് കോടതി പറയുന്നതിനൊരു ചെറിയ പ്രശ്നമാണ്. അപ്പം അദ്ദേഹം ഒരു ഗംഭീര നടൻ കൂടെയാണ്. ഉറുമിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉറുമിയുടെ പ്രൊമോഷൻ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതില് 2 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പേരാണ് പൃഥ്വിരാജ് എടുത്ത് എന്ന് പറഞ്ഞത്. ഒന്ന് നിശാന്ത് സാഹിബും ഒന്ന് സൗബിൻ ഷാക്കിലായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായ 2 അഭിനയിക്കാൻ കഴിവുള്ള 2 പേരെ പറ്റി അന്ന് എടുത്തു പറഞ്ഞിരുന്നു. അത് യൂട്യൂബിൽ വീഡിയോ. അപ്പൊ ഞാൻ ഈ സിനിമകൾ കണ്ടിട്ട് അല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ഇടി എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിശാന്ത് സാഹിബ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റഡ്
കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ എനിക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പം കോപം കാണിക്കണമെങ്കിൽ ഓക്കെ, ഇങ്ങനെ എനിക്ക് കോപം ഈ കഥാപാത്രം കാണിക്കണം എന്നുള്ളത് കാണിക്കും. പക്ഷെ അതിൻ്റെ അത് ചെറിയ ന്യൂആൻസസ് എക്സ്ട്രാ വന്നാൽ അത് കുറച്ചുകൂടെ ആ ക്യാരക്ടറിനെ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ചില ന്യൂആൻസസ് സാറ്റു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ 1-2 സിനിമകളിൽ ഞാൻ 1-2 ക്യാരക്ടേഴ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ സാറ്റുയുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാൾ അത്ര ഒരു ഗംഭീര നടനാണ്. അദ്ദേഹത്തിന് നിങ്ങൾ നേരിട്ട് എത്ര ഒരു കണ്ടോളെന്ന് അറിയില്ല. ഭയങ്കര മാച്ചോ ഒരു ലുക്കുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടത്തില് എനിക്കൊരു അവസരം കിട്ടിയ അതൊരു ഭാഗ്യം വേണ്ടി ഞാൻ കരുതുന്നു. ആസിഫിനെതിരെയല്ല, നമുക്ക് പടം ബ്രേക്ക് ആയിട്ട് ചില സമയത്ത് ഷൂട്ട് തുടങ്ങാൻ പറ്റാനായി ഇപ്പോ. കാരണം പുള്ളി വേറെ പടങ്ങൾ, ആസിഫ് വേറെ ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പടമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് ഇപ്പൊ നമ്മൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കില്ല. നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്, അവർക്കൊരു അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പടം ആസിഫിന്റെ കയ്യിൽ കളി വരുമ്പോ സൈജുവിന്റെ പ്രശ്നവും സൈജുബായ പ്രശ്നവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡേറ്റിന്റെ വിഷയം എല്ലാവർക്കും നല്ല തിരക്കുള്ള നടന്മാരാണ് അവരൊക്കെ. അപ്പൊ നമ്മൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ട് അവരെ അതിനൊരു ക്ലാരിറ്റി നമുക്ക് ചെയ്തു തന്നു. അത്രേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട താരമാണ് ആസിഫ്. ആസിഫ് ഒരു പോസ്റ്റർ പോലും ഇത് ഇട്ട് കണ്ടില്ലായിരുന്നു. അപ്പൊ പുള്ളി പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് സർജറി ഒക്കെ വന്നപ്പോൾ പുള്ളിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 മാസത്തേക്ക് പുള്ളിക്ക് റെസ്റ്റാണ്. മൊത്തത്തിൽ പുള്ളി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പിന്നെ കാസർഗോഡ് പുള്ളി വിചാരിച്ച പോലെ ഒരു ഹിറ്റിലോട്ട് പടം പോയില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണല്ലോ ഓരോ സിനിമ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയാണ്. അതിന്റെ വിജയിക്ക് തീർച്ചയായിട്ടും അവർക്ക് പോകും. അതുപോലെ അവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ വിഷയം നിൽക്കുമ്പോൾ നമ്മള് പുള്ളിക്ക് പെട്ടെന്ന് സർജറി വന്നു. അവര് 3 മാസത്തെ റെസ്റ്റാണ്, പഠനം ചെയ്യാൻ പറ്റിയ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. നമസ്കാരം. ഞങ്ങളെ കുറിച്ച്, നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞേക്കാൻ നല്ലത് നിഷാദിനെ കുറിച്ച് തന്നെ പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ സിനിമ. അപ്പൊ സ്വപ്നം മാത്രം മനസ്സിൽ പോലെ അതനുസരിച്ചുള്ള ഹാർഡ് വർക്ക് വേണം. ഒരു സിനിമ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു നല്ല ധാരണ തന്നെ ഉണ്ടാവണം. പ്രേക്ഷകരെ 100% തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം അത്രയും ഹോംവർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരത് കാണുന്ന ഒരു രീതി, അവരെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, ഒരു ഭാഗ്യം ഈശ്വരന്റെ കയ്യിലാണ്. അപ്പോ എല്ലാം നന്നായി വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനകത്തൊരു കുറെ നാൾക്ക് ശേഷം കിട്ടുന്ന വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കുറച്ച് സീനുള്ളൂ, പക്ഷെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിഷാന്തിനെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. കാരണം ചട്ടമ്പി നാട് എന്നുള്ള സിനിമ, മമ്മൂക്കയുടെ സിനിമ ചെയ്യുമ്പോഴാണ് നിഷാന്തിനെ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം അത് ആ സിനിമ സൊസൈറ്റിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഞങ്ങളൊക്കെ വരുമ്പോൾ സിനിമ ചെയ്യുമ്പോൾ കുട്ടികൾക്കായി ഉണ്ടാവും സന്തോഷം. ഞാൻ ഈ സിനിമയിൽ സുരാജേട്ടൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിന്റെ സംവിധായകനായ സാറ്റുവിനെ പരിചയപ്പെടുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയത്. എൻ്റെ 2 സിനിമകൾ റിലീസുണ്ട്. അപ്പോൾ 2ഉം ഫേസ്ബുക്കിൽ തന്നെ വന്ന് കാണും എന്നാണ് പറയാനുള്ളത്. പിന്നെ ഹന്നയുടെ കൊടുക്കാം. താങ്ക് യു. സോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നിഷാന്ത് സാർ അദ്ദേഹത്തിന്റെ എല്ലാ എഫേർട്ടും ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രമാണിത്. അതേപോലെ നമ്മുടെ പ്രൊഡ്യൂസർ സാർ ഒരു 2-3 വർഷത്തെ എഫേർട്ടാണ് എല്ലാവരുടെയും. ഈ ചിത്രം ഒരു മിക്സ്ഡ് ജോണറാണ്. നിഷാന്തേട്ടൻ ആദ്യം ഫോണിലൂടെ കഥ പറയുമ്പോൾ ആദ്യം ഓർക്കുമ്പോൾ ഇതൊരു റൊമാൻസ് ആയിരിക്കാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓർക്കുമ്പോൾ ഒരു ത്രില്ലറാണ്, പിന്നെ നമുക്കൊരു സൈക്കോ എലമെന്റ് വരുന്നുണ്ട്. സോ എല്ലാം കൂടെ എല്ലാ ജോണറും കൂടെ കലർത്തിയിട്ട് ഇറ്റ് ഇസ് വോവൺ ടുഗദർ ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ. സോ കഥ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ വാസ് വെരി ഹാപ്പി. ലൈക്ക് നല്ല അതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ വായിച്ചിരുന്നു. സോ അന്നേരം ഹി ആസ്ക്ഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ആസ് എൻ ഓഡിയൻ, അല്ലെങ്കിൽ ആക്ട്രസ് എന്നുള്ള നിലയ്ക്കല്ല, ആസ് എൻ ഓഡിയൻ ഇത് കാണുമ്പോൾ എന്ത് തോന്നും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഐ ടോൾഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് എന്റർടൈനർ. എല്ലാവർക്കും ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയിട്ട് കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. സോ ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവിടെ അഭിനയിച്ച ആർട്ടിസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. സോ 8ാം റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവരെല്ലാരും പറഞ്ഞ പോലെ തന്നെ എന്നോട് ജസ്റ്റ് ആഡ് ചെയ്യുന്നു നോക്കും. ഈ ഒരു സിനിമ കൂടുതലൊരു മൈൻഡ് ഗെയിം വെച്ച് കളിച്ച ഒരു സിനിമയാണ്. ഇവര് പറഞ്ഞ പോലെ കലയെ കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വെച്ചാൽ
കാരണം എനിക്ക് ഈ കഥയെ കുറിച്ച് എനിക്ക് അറിയില്ല. സത്തു എന്നിട്ട് ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഫൈനൽ ഔട്ട് വരുമ്പോൾ കാണാൻ പോകും. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് ACP ചന്ദ്രശേഖർ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു വേഷം. എനിക്ക് തോന്നുന്നു എന്നെ ഫിക്സ് ചെയ്ത് തന്നെ 2-3 പേരുടെ ഡേറ്റിന്റെ ക്ലാഷും മറ്റേ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തതിന്റെ ഫൈനൽ ഡേറ്റാണ് എന്നെ ഫിക്സ് ചെയ്തത്. പക്ഷെ സൈജു പറഞ്ഞൊരു പോയിന്റ് ഞാൻ സട്ടു സ്ട്രെസ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡയറക്ടറൈസ്, കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിന് ഞാൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വർഷം നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയ ആൾക്കാരെ പഠിക്കുന്നത് എപ്പോഴും നമുക്കൊരു ഹോംവർക്കാണ്. ഈ സിനിമയിലെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ കഴിയും, ഇതിലെ സ്റ്റാർ കാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആയിരിക്കും ഇത്രയും സ്റ്റാർ എല്ലാം യങ് ആക്ടേഴ്സ് ഉള്ളൊരു സിനിമ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സൈക്കോ ത്രില്ലർ വേണമെങ്കിലും പറയാം. ഐ തിങ്ക് വെരി വെൽ. ബാക്കി നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. താങ്ക് യു. എന്ന് പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ ഒരു സംശയം. നമ്മളൊരു സീനിയറാണ്. അത് ശരീരം വെച്ചിരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ വളരെ സീനിയറാണ്. എത്ര വർഷമായി സിനിമയിൽ? അല്ല, മാറിയുന്ന വർഷമല്ല ഞാൻ ചോദിക്കുന്നത്, തുടങ്ങിയത്. ഞാൻ 36 വർഷമായി. ഞാൻ വെറുതെ ജയിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ അകത്ത് നേരത്തെ ഇവിടെ പലരും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെറുതായിട്ട് വിശദീകരിക്കുകയാണ്. നിശാന്തിനെ കുറിച്ച് നല്ല ആക്ടറാണ്. അതായത് നമുക്കൊരു സീൻ പറഞ്ഞു തരുമ്പോൾ ഒരു മോഡുലേഷനും ഉണ്ടാവില്ല. പുള്ളി പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു തരുമ്പോൾ പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് പറഞ്ഞു തരുമ്പോൾ ആ സാധനം നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ചില അസോസിയേറ്റ് നമുക്ക് ഡയലോഗ് പ്രൊമറ്റ് ചെയ്ത് തരും, അവർ മോഡുലേറ്റ് ചെയ്തിട്ടാണ് അതൊന്നുമില്ലാതെ തന്നെ ഇവിടുത്തെ ഫ്രാങ്ക് ആയിട്ട് വളരെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ കഴിവ് കാണിക്കാൻ നമുക്ക് തോന്നും. മറ്റത് പ്രൊമറ്റ് ചെയ്യുന്ന ആൾക്കൊരു മോഡുലേഷൻ നമ്മൾ അത് ഫോളോ ചെയ്യും. അസൽ ആർട്ടിസ്റ്റാണ് നിശാന്ത്. പിന്നെ ഭയങ്കര കൂളാണ് സെറ്റിൽ. അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ ഒരുപാട് അധ്വാനവും പുള്ളിയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ സീനും കഥയും കാര്യങ്ങളൊക്കെ ഏകദേശം എന്നോട് പറഞ്ഞു. എനിക്കത് അധികമൊന്നുമില്ല, വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ അതിലൊരു നല്ല പാർട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പ്രൊഡ്യൂസറായിട്ട് തന്നെ നല്ല കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ സബ്ജക്റ്റിന് അവകാശപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ആ പറഞ്ഞിരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നമുക്കൊരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. നേരത്തെ പലരും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു യൂത്തിന് ഇഷ്ടപ്പെടാൻ പറ്റിയ സിനിമയാണ്. യങ്സ്റ്റേഴ്സിന് അതൊരു ഫാമിലി എല്ലാം ഉണ്ടായിട്ട് അത്ര റൊമാൻസ്, വയലൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അത് ഭംഗിയായിട്ട് എടുത്ത് ചിട്ടപ്പെടുത്തി ഗംഭീരാവാറാണ് അല്ലെ? ഗംഭീരാവാറാണ്. നല്ല എഡിറ്റിംഗാണ്. നല്ല ഗംഭീരമായിട്ട് അത് ആക്കി വെച്ചിട്ടുണ്ട്. അത് 8-ാം തീയതി നിങ്ങളെല്ലാവരും കണ്ട് ഫുൾ സപ്പോർട്ട് കിട്ടണം. അതെന്താവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. ഞാൻ ചൂസ് ചെയ്തല്ല, എനിക്ക് അത്ര സിനിമകൾ ഓഫേഴ്സ് വരുന്നില്ലായിരുന്നു. വരുന്നതിൽ ചിലത് ഞാൻ കുറച്ചും കൂടെ ഒരു ക്ലീഷ അല്ലാതെ മേ ബി കുറച്ചും കൂടെ വ്യത്യസ്തത ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഓഫേഴ്സ് അങ്ങനെ വരുന്നില്ലായിരുന്നു. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നിശാന്തേട്ടൻ എനിക്ക് രക്ഷാധികാരി സിനിമ മുതലറിയാം. അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. സോ അന്നേരം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് ഇപ്പൊ ഞങ്ങളുടെ സെറ്റിലാണെങ്കിലും അദ്ദേഹം നമ്മുടെ പൂജയുടെ സമയത്ത് നല്ല ഭയങ്കര ഫെയർ കോംപ്ലക്ഷനാണ്. സിനിമ തീരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. കോംപ്ലക്ഷനൊക്കെ ഒരു 5-6 ഗ്രേഡ് നിങ്ങൾക്ക് താഴോട്ട് പോയി. കാര്യം ഫുൾ വെയിലത്തായിരുന്നു. നമ്മളൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹം ഫുൾ ടൈം വെയിലത്ത് വർക്ക് ചെയ്യായിരുന്നു. സോ അത്ര ഹാർഡ് വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് അറിയാം. അപ്പൊ എന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അദ്ദേഹം ആദ്യമായിട്ട് എടുക്കാൻ ഒരു ചിത്രത്തിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കഥ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ അതിലെ കഥാപാത്രം എന്താണെന്ന് അത് കൂടുതൽ വിശദീകരിച്ച് ചോദിക്കുന്നതിലുപരി വാട്ട് ഐ വാസ് ഹാപ്പി വാസ് ബിക്കോസ് ഹി കോൾഡ് മീ. സോ ദാറ്റ് ഈസ് മൈ പ്രയോറിറ്റി ദർ. പിന്നീട് കഥ കേട്ടു. ലൈക്ക് ഐ സെഡ്, വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നി, എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഐ ഡെഫിനറ്റ്ലി നെവർ സെഡ് എ നോ ടു ഹിം. ഡയറക്ട്ലി യെസ് തന്നെയാണ് പറഞ്ഞത്. ഐ വോണ്ട് ടു ഡു ദിസ് പാർട്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ഈ സിനിമയിൽ ഐ പാഡ് വിത്ത് ആൻസർ. സോ ആൻസറിനൊപ്പം ഞാൻ ഫസ്റ്റ് മോഡലിംഗ് ഡേയ്സിൽ ഫസ്റ്റ് മോഡലിംഗിൽ ഫസ്റ്റ് എന്നെ പോസ് ചെയ്യാൻ പഠിപ്പിച്ച ഇദ്ദേഹമാണ്. ഇങ്ങനെ പോസ് ചെയ്യും, എന്നെ ഇങ്ങനെ പറഞ്ഞത് ഇദ്ദേഹമാണ്.
സോ അഗെയിൻ ചിത്രത്തിൽ ഇദ്ദേഹത്തിന് നോക്കി ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ബിക്കോസ് ഞങ്ങൾക്ക് പരിചയമുള്ളത്. സോ എല്ലാം കൊണ്ടും ഐ വാസ് ഹാപ്പി വർക്കിംഗ് വിത്ത് ടീം ആൻഡ് സൈഡ് ചാറ്റിംഗ് ഓൾസോ തീർപ്പിൽ പരിചയമുണ്ട്. ഹാപ്പി ദ ഹോൾ ക്രൂ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഐ വാസ് വെരി ഹാപ്പി വർക്കിംഗ് വിത്ത് ആസിഫിക്ക, നമിത, ജുവലോർ. അതൊരു വിഷയമായിട്ട് യോഗമായിട്ട് അദ്ദേഹത്തിന്റെ ചെറിയ വിഷയമായിരുന്നു. അതാണ് തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതൊരു ന്യൂസായിട്ട് വന്നു. അത് എന്തുകൊണ്ട് നമ്മുടെ തന്നെ പേര് മാത്രമേ വന്നുള്ളൂ. പ്രത്യേകിച്ച് ഉണ്ട് മാധ്യമങ്ങളുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഫീലാക്കിയില്ല. ഒരു ദിവസം ഒരു വിലക്ക് എന്ന് പറഞ്ഞൊരു ന്യൂസ് സ്പ്രെഡായി. പക്ഷെ നമ്മൾ വിളിക്കുന്നത് അന്വേഷണം യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലായി. അതാണ് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മള് ഈ ചോദ്യത്തിന് ആരോട് ചോദിച്ചാലും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഈ വിജയ ചിത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാ സിനിമകളും വിജയിക്കുന്നൊന്നുമില്ല. നിങ്ങളൊക്കെ വിജയിക്കുന്ന ചിത്രങ്ങൾ, ഇപ്പൊ വിജയിക്കാത്ത ചിത്രങ്ങൾ പോലും നമ്മൾ വിചാരിക്കുന്നത്, ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് വിജയിക്കുമെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് പറഞ്ഞാല് ഇപ്പം മറ്റന്നറിയാം. ഇപ്പൊ ഞാൻ അതിനെ പറ്റി കമന്റ് ചെയ്ത കാര്യമില്ല. എന്തായാലും നമ്മള് എല്ലാരും നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല സിനിമയാണ്, എല്ലാ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിനെ സ്ക്രിപ്റ്റിനേക്കാളും മേളിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ ഇത് ഉറപ്പായിട്ടും നന്നാവണം, ഇത് വിജയിക്കണം. എന്തായാലും മറ്റന്നാളറിയാം അതിന്റെ റിസൾട്ട്. എന്റെ അറിവ് വെച്ച് ഈ സിനിമയ്ക്ക് ഇതിന്റെ ബിസിനസ് പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ വേറെ വെച്ച് ഡബ് ചെയ്യിപ്പിക്കേണ്ട വന്നു എന്നാണ് ഡയറക്ടറും പ്രൊഡക്ഷനും എന്നോട് സംസാരിച്ചത്. പിന്നെ ഈ സിനിമ ഒരു 2 വർഷക്കാലം എടുത്തിട്ടാണ് നമ്മൾ സിനിമ ചെയ്തേക്കുന്നത്. അതിന്റെ നടുക്കിൽ നമ്മളെല്ലാവരും ഇതിന്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഓരോരോ സിനിമകളായിട്ട് ബിസി ആയിരുന്നു, ഞാനും ബിസി ആയിരുന്നു. അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ചെയ്തത് സന്തോഷമുണ്ടോ മനസ്സിൽ? അത് വേറെ ആൾ ചെയ്തുകൊണ്ട് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. എന്റെ ശരീരം, എന്റെ ശബ്ദം, അതെന്റെ അവകാശം അല്ലേ? ബിസിനസിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഔട്ട്ഡോർ ആവശ്യമുണ്ടായിരുന്നു. 45 ദിവസങ്ങൾ ബോംബെ അങ്ങനെയാണ് ഒട്ടും വരാൻ പറ്റണ്ടായി. നമുക്ക് വേറെ വഴി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടുള്ളത്. ആൻസിന്റെ എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ ആ സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ആൻസിന്റെ കുറവുകൊണ്ടല്ല, അത് നമ്മുടെ ടൈമിങ്ങിന്റെ പ്രശ്നം കൊണ്ട് നമുക്കത് ചെയ്യേണ്ടി വന്നു. ആൻസിന്റെ സമ്മതപ്രകാരം ചോദിച്ചിട്ട് എല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്തായാലും പുള്ളി തന്നെ കവി വേറെ നടന്നുണ്ട്. അത് ആൻസൻ തന്നെ ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അല്ല വേറെ ഇനി എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചാൽ കൂടി കേസ് കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ആ ശബ്ദം നല്ലതാണെങ്കിൽ അവര് ഗോളടിക്കുമോ ഡബ് ചെയ്തവര്? ഒന്നുമില്ല. ഇങ്ങനെ ചില സാഹചര്യങ്ങളിലൊക്കെ എനിക്കൊക്കെ പണ്ട് ഡബ് ചെയ്ത മൊട്ടശങ്കർ ഒരാളുണ്ടായിരുന്നു. അപ്പൊ എന്റെ ശബ്ദമായിട്ട് ഭയങ്കര സാമ്യം, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഡബ് ചെയ്യണം എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ ഡബ് ചെയ്തതിന് പിന്നെ അയാൾ എന്നെ കണ്ടില്ല, ചെയ്തവനെ കാണുന്നതൊക്കെ. കാരണം ഞാൻ അഭിനയിക്കുന്നത് അന്ന് ഭയങ്കര സ്പീഡിലാണ്. അത് എനിക്കൊരു സ്റ്റൈലുണ്ടായിരുന്നു. ഇയാൾക്ക് ഡബ് ചെയ്യാൻ പറ്റാതെ മലയാളിയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ കുറേ കാലം ഇപ്പോഴും അഭിനയിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അയാൾ എന്നെ കാണുമ്പോൾ പറയും, ഇപ്പൊ നിങ്ങളുടെ എനിക്ക് അന്ന് ഡബ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, വലിയ സീൻസൊക്കെ വന്നിട്ട് വിളിക്കാം. ചില സംഭവങ്ങള് നമുക്ക് ആക്ടറായിട്ടുള്ള ചില ശബ്ദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പലരുടെ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പണ്ട് പല വോയിസും അതിന് ചില ഡയറക്ടർമാരെ അവകാശപ്പെടും, അതിലിങ്ങനെ ഒരു വോയിസ് ആയിരിക്കും നല്ലത്, അതുകൊണ്ട് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഡയറക്ടർ പറയുമ്പോൾ ചില നടന്മാരെന്നെ സമ്മതിച്ചിട്ടുണ്ട് അതായിരിക്കും നല്ലത്. അങ്ങനെയല്ല ഇത് അദ്ദേഹത്തിന് വരാൻ പറ്റാൻ ഞാൻ പറ്റിയില്ല. സിനിമ എന്നുള്ളത് ഡയറക്ടർ വിശ്വാസത്തിൽ കഥ പറയുമ്പോൾ ആ സമയം ഡേറ്റ് വിശ്വാസത്തിലുണ്ടായിരുന്നു. അവരെ വിഷു വർക്ക് ചെയ്തിട്ടുണ്ട്, ബാച്ചിലർ പാർട്ടി സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ സംസാരിച്ചു. എൻ്റെ അടുത്ത് 2 മണിക്കൂറോളം സമയത്ത് കഥ പറഞ്ഞത്. അത് കേട്ട ആ ഒരു സ്പോട്ടിൽ നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പുതുമയുള്ള സബ്ജക്റ്റ് അത് നമുക്ക് ആ സ്ക്രിപ്റ്റ് കേട്ടത് നമുക്ക് മനസ്സിലായി. അതിനാണ് ഞാൻ കമ്മിറ്റ് ആവുന്നത്. പിന്നെ ഡിസംബറിൽ ഷൂട്ട് തുടങ്ങി. പിന്നെ എന്താ പറയാ, പടം ബ്രേക്ക് മെയിനായിട്ടുള്ള കാരണം ആസിഫിന് ഒരു കോവിഡ് വന്നു. പടം ഷൂട്ട് ചെയ്ത് തുടങ്ങി 29 ദിവസം. അങ്ങനെ ഫസ്റ്റ് ബ്രേക്ക് വന്നത്. പിന്നെ ആർട്ടിസ്റ്റിനോട് പടമായതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് റെഡി ആകുമ്പോൾ അടുത്ത ആർട്ടിസ്റ്റ് ഫ്രീ ആവില്ല. പിന്നെ കണ്ടിന്യൂറ്റി പ്രോബ്ലം, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് പോകുന്നതുകൊണ്ടാണ് പടം കുറച്ച് നീണ്ടുപോയത്.
പക്ഷെ അതിന്റെ ഒന്നും ഫ്രഷ്നെസ് കുറവോ ഒന്നും ഈ പടത്തിൽ ഉണ്ടാവില്ല. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഫ്രഷായ വളരെ പറയാൻ പറ്റിയൊരു നല്ല സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ സിനിമ പറയുന്നത്. അതെല്ലാവരും സിനിമ കണ്ട് അത് നിങ്ങൾ തീരുമാനിക്കാം. ഞങ്ങളോട് അത്ര കൂടുതൽ കാര്യമില്ല. പ്രത്യേകിച്ച് റെസ്റ്റോറൻ്റ് നന്നായ തുടർന്ന് നല്ല സിനിമകൾ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് നമുക്ക് ഒരിക്കലും ഇല്ല. അത് എന്താ വെച്ചാൽ ഇപ്പോ സിനിമ ബിസിനസ് വളരെ ജോലിയായിട്ട് നടക്കുന്നുള്ളൂ. പടം പടങ്ങൾ ഇപ്പൊ റിലീസ് ചെയ്തതിന് പല പടങ്ങളും ബിസിനസ് ആയിട്ടില്ല. കാരണം അവർ ഒരു വർഷം ഇത്ര പടങ്ങൾ പർച്ചേസ് ചെയ്യുന്നൊരു മാനദണ്ഡം അവർക്കുണ്ട്. ഇപ്പൊ ഈ പടം നമുക്കൊരു പടം പോട്ടിട്ട് എടുക്കുമ്പോൾ സാറ്റലൈറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരില്ല. കാരണം അവരെ എഗ്രിമെന്റ് അങ്ങനത്തെ എഗ്രിമെന്റാണ് പോട്ടിക്കാരെ നമുക്ക് തരുന്നത്. അപ്പൊ നമുക്കൊരു ബിസിനസ് ആവുമ്പോഴുണ്ട്. അപ്പൊ ഈ വർഷം ഈ പടം വിറ്റില്ലെങ്കിൽ അടുത്ത വർഷം പടം വിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ഏത് പ്ലാറ്റ്ഫോമിൽ വിൽക്കാന്ന് പോലും അറിയില്ല. അപ്പൊ സ്ലോട്ട് എനിക്ക് ഈ വർഷം കിട്ടിയത് കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ അടുത്ത വർഷമാണെങ്കിൽ അവർ ഈ പടം എടുക്കില്ല. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു വർഷം ആയതുകൊണ്ട് മാത്രമാണ് അത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ നമുക്ക് മുന്നിൽ വന്നു. കാരണം അല്ലെങ്കിൽ നമ്മുടെ പടം കച്ചവടമായിരിക്കും നമ്മൾ വൺ റിസ്ക് നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കും. അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് ഉള്ള പടമാണ്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം വന്നപ്പോൾ അത് ചെയ്യേണ്ടി വന്നു. നേരത്തെ ശേഷം ചേട്ടൻ പറഞ്ഞതുപോലെ കേസ് വല്ലതും കൊടുക്കാൻ സാധ്യത ഉണ്ടാവുമോ അതില്? ഞാൻ ആദ്യം സിനിമ കാണട്ടെ, അടുത്ത ശബ്ദം എങ്ങനെയുണ്ടെന്ന് ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും. അതായത് ഫേസ്ബുക്കൊക്കെ വരുന്നതിന്റെ ഒരു ഫോറം കേരളം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. അത് കുറെ സിനിമ ആസ്പിറൻസിന്റെ അങ്ങനെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യമുള്ളവര്, പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവര്. അപ്പൊ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. എന്റെ ഹൈദരാബാദിലുള്ള എന്റെ ഒരു മലയാളി ഫ്രണ്ട് എനിക്കത് അയച്ചു തന്നത്. ഭയങ്കര ആദ്യം ഫീൽ ചെയ്തു, പിന്നെ എൻജോയ് ചെയ്തു. അത് സൈജു കുറുപ്പ് വേഴ്സസ് അരുൺ വേഴ്സസ് മണിക്കുട്ടൻ വേഴ്സസ് വീരമോഹൻ വേഴ്സസ് അങ്ങനെ കുറെ ഞങ്ങളെ ഹീറോ ആയിട്ട് വന്ന ആൾക്കാർ, നിശാന്ത് സാഗർ, അതായിരുന്നു അതിന്റെ ആ ത്രെഡ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു അതിന്റെ പേര്. കളിയാക്കലാണ്, സർക്കാസം. അതിനുശേഷം അപ്പൊ അതിനകത്ത് SFA ഉണ്ട്, സൈജു ഫാൻസ് അസോസിയേഷൻ. അപ്പൊ അതിന്റെ SFAയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പെൻ നെയിമാണ്. ടിപ്പർ വാസു, ഓക്കെ, പിന്നെ അജയേട്ടൻ, ശിവേട്ടൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പെൻ നെയിംസ് ആണ്. ഇവരൊന്നും കൂടുതൽ പേരൊന്നും നമുക്കറിയില്ല. പിന്നെ ഇവരൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അത് കണ്ടൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഏതൊരു പടം റിലീസായി. അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്ക് തന്നു. ഇന്നോട്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു നടൻ കൊടുത്തിട്ട് നവരസ നായകൻ. എല്ലാ രസവും ഒരേ സമയത്ത് മുഖത്ത് പ്രകടിപ്പിക്കുന്നു. അത് വേണ്ട ഒരു രസമായിരിക്കും, പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ നവരസ നായകൻ എന്നുള്ള പേര് കിട്ടി. പിന്നെ സൈജു സാർ എന്നുള്ള പേര് കിട്ടി. ഫേസ്ബുക്കിൽ സിനിമ പാരഡൈസ് ക്ലബിലാണ് സാർ എന്നുള്ള വിളി. നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരു പേര് തന്നത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് പടങ്ങളിൽ ഈ പറഞ്ഞ പ്രാരബ്ധവും സാധാരണക്കാരനായിട്ട് ഞാൻ ഇപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പം പ്രാരബ്ധവും കാര്യങ്ങളൊക്കെ എന്റെ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ EMI സ്റ്റാർ, ഇപ്പൊ കുറെ പേരുണ്ട്. ഇത് EMI സ്റ്റാർ, കടം സ്റ്റാർ, കടക്കണി സ്റ്റാർ, ലോൺ സ്റ്റാർ, പ്രാരബ്ധം സ്റ്റാർ. അങ്ങനെ അത് വെച്ച് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും എനിക്കുണ്ട്. ഈ പടത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ല. ഈ പടം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പേര് മാറില്ല. ഇനി കുറച്ച് കോടീശ്വരനൊക്കെ ആയിട്ട് ഒരു 3-4 പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കോടീശ്വരൻ സ്റ്റാറിനെ ചിലപ്പോൾ വരുമായിരിക്കും. അല്ല, ഈ സുപ്രീം സ്റ്റാറിന് മുന്നിൽ തുടങ്ങിയില്ലായിരുന്നു. അപ്പൊ അത് സർക്കാസമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഒന്ന് ഫീൽ ചെയ്തായിരുന്നു. അന്ന് എന്റെ പ്രായം കുറച്ച് പറഞ്ഞ 27-28 വയസ്സൊക്കെ ഉള്ളു. അപ്പം പെട്ടെന്ന് കണ്ടപ്പോഴേ അവന്റെ സുഹൃത്ത് എനിക്ക് ലിങ്ക് അയച്ചു തന്നത് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് നമ്മള് ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആകാത്ത കുറെ പേരെ വെച്ച് ഇങ്ങനെ വെറുതെ കളിയാക്കില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് യൂസ് ടു ആയി. അപ്പൊ ഇത് ഭയങ്കര രസമായി. പിന്നെ അന്ന് എല്ലാ ദിവസം രാവിലെ എണീറ്റാല് അന്ന് മൊബൈലിൽ ആക്സസ് ഇല്ല. ഈ ഇതൊന്നും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാപ്ടോപ്പിൽ GPS കണക്ട് ചെയ്തിട്ട് ഏറ്റവും അധികം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ്. അപ്പൊ ഒരു 2-3 പേജ് വീണ്ടും എന്താണ് രാത്രിക്കായിട്ട് ആൾക്കാർ കമന്റ്സ് ഇട്ടാണ്. അപ്പൊ അത് വായിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതങ്ങനെ അങ്ങനെ പിന്നെ നമ്മള് when we are working in the media, so criticism will be there. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നിലും നമ്മൾ ഇഗ്നോർ ചെയ്യുക. അല്ലെങ്കിൽ ക്രിറ്റിസിസം അവരെന്തിനാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം നവരസ നായകൻ എന്നുള്ള എനിക്ക് അവര് ഒരു പട്ടം തന്നത് സർക്കാസമാണ്.
അപ്പൊ അതിനകത്ത് കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പൊട്ടം കൊടുത്തതെന്ന്. അതായത് ഒരു വികാരം കാണിക്കേണ്ട സമയത്ത് 9 വികാരങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഒരു രസം കാണിക്കേണ്ട സ്ഥലത്ത് 9 രസങ്ങൾ കാണിച്ചു. എക്സ്ട്രാ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ്, പക്ഷെ ഓഡിയൻസിന് നല്ലതല്ല. അതാണ് പ്രശ്നം. സൈജുദ ഈ പറഞ്ഞ പോലെ ഈ ഫോറം കേരള സ്നേഹസലാപം ഉള്ള പണ്ടത്തെ ഈ ഫേസ്ബുക്കിന് മുമ്പുള്ള ഫോറംസിലൊക്കെ ഈ ഇതേപോലെ ട്രോൾസ് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പണ്ട് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന് മുമ്പ്. അപ്പൊ അന്ന് കുറച്ചും കൂടി ഒരു ഈ പേഴ്സണൽ ഇതിനകത്തേക്ക് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ ആ ഫോറത്തിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഫേസ്ബുക്കില് ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് എല്ലാവരും കുറെ പേഴ്സണൽ ഹാരാസ്മെന്റില് ഈ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആക്ച്വലി ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ് എനിക്ക് അറിയില്ല എന്താണ് കുറഞ്ഞു വരുന്നത്. അതായത് ഇപ്പൊ എനിക്ക് 1 ലക്ഷം പേരാണ് ഫോളോവേഴ്സ് എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ 98,000 മാറുന്നു. ഇത് എന്താണ് പരിപാടി എന്നറിയില്ല. അപ്പം ഞാനപ്പോ അത് അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ ഈ റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറഞ്ഞു കേട്ടത് ടൈറ്റിൽ ഒന്നും ഈ എഴുതാത്ത ഫോട്ടോസാണ് കൂടുതൽ റീച്ച്. പിന്നെ നമ്മൾ റീൽസ് ചെയ്യണം. അപ്പം റീൽസ് ഒന്നും എന്റെ അങ്ങനെ ഏരിയ അല്ല. ഞാൻ ചെയ്തു റീൽസ് ഒക്കെ ചെയ്തത്. അപ്പൊ അത് കാരണം അതൊന്നും പറ്റില്ല. എന്റെ മോള് ഇപ്പൊ ചെയ്യുന്നുണ്ട്, അവള് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടറാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുട്ടികളെ കാണും, പക്ഷെ അവളത് റെഡി ആയിക്കോളൂ. അപ്പം ആ ഒരു ഏരിയ ഒന്നും. അപ്പൊ ഞാൻ എന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ വച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്റെ പോസ്റ്റുകൾ കണ്ടാൽ അറിയാം, ഞാൻ എന്റെ ഫാമിലി പിക്ചേഴ്സ് പോലും പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. എന്റെ സിനിമ പേരെഴുതാത്ത ഫോട്ടോസ് പോലും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നാൽ മറ്റേ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നുണ്ട് 150 പീപ്പിൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ 1000 കുറയുകയാണ് അപ്പോഴത്തേക്കും. ഇതെന്താണ് ഇത് മായാജാലം എനിക്ക് ഇതിനായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ അപ്പം ഞാനതുകൊണ്ട് ഞാൻ കൂടുതൽ കീനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഫോറം കേരള പോലത്തെ അത് എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ നിങ്ങളെന്നെ തുറന്നു പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഈ സർക്കാസം മാത്രമേ ഉള്ളൂ, അങ്ങനെ തെറിവിളി അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നുമില്ല. വളരെ മാന്യമായിട്ട് അവര് കളിയാക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ രോഹിത് PS ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ കളയുടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നല്ല. ചിലപ്പോ ഈ പെന്നയുമായതുകൊണ്ട് രോഹിത്തിന്റെ പേര് വേറെന്തോ ആയിരുന്നു. ഇപ്പൊ ഈ ടിപ്പർ മാസം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ശരിക്കും സജിൻ എന്നാണ്. അപ്പൊ ഇവര് അന്ന് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നല്ലേ? അതിന്റെ അകത്ത് ആ ലിങ്ക് ഇല്ലേ, ഈ സൈജു ഗ്രൂപ്പ് വേഴ്സസ് ഇങ്ങനെ കുറെ നടന്മാരുടെ പേര്, അതാണ് ആദ്യമായിട്ട് 5000 പേജ് കംപ്ലീറ്റ് ആയത്. എന്നിട്ട് അതിന്റെ ഒരു കേക്ക് കട്ടിംഗ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. അതൊക്കെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നായിരുന്നു. പ്രസിഡന്റില് വരാത്തതിന്റെ കാര്യം ഞാൻ അഭിനയിക്കാത്ത പടത്തിൽ വിളിക്കാറില്ല. ഡെയിലി നടക്കുന്നുണ്ട് 10-15 വിളിച്ചിട്ട്. നമ്മളതിനകത്തൊന്നും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അത്. വിളിച്ചതൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ചോദിച്ചത്? ഈ പടത്തില് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിഷാന്ത് വളരെ പ്ലാൻ ചെയ്ത് തന്നെ അദ്ദേഹം വിളിച്ചൊരു ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു നല്ല പടമാണ്, നല്ല സിനിമയിൽ ഭാഗമാകാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് വിജയിക്കുക അതൊക്കെ അടുത്ത കാര്യമാണ്. പക്ഷെ നല്ല സ്ക്രിപ്റ്റില് നമ്മളെപ്പോഴും എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അതിന് ഭാഗമാകാൻ പറ്റുന്നതാണ്. കുറെ അല്ലാത്ത പടങ്ങൾ അഭിനയിക്കാൻ നല്ലത് കുറച്ച് നല്ല പടങ്ങൾ അഭിനയിക്കാനുള്ളതാണ്. സന്തോഷമാണ്. അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അവരെ വിളിക്കുമ്പോൾ അഭിനയം ഉണ്ടാവില്ല, വേറെ വല്ല പ്രോഗ്രാമിലായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫീല് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ സ്റ്റേജ് ആയിട്ടും ചാനലായിട്ടും നമ്മൾ പെർഫോമർ നിലയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മുടെ കഴിവുകളൊക്കെ എല്ലാ മേഖലകളിലും എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഗ്യാപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനകത്തൊരു സന്തോഷക്കുറവുമില്ല. നമ്മുടെ കാര്യങ്ങളിൽ ബിസിയാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാധ്യമമാണ്. സിനിമ എപ്പോഴും നിലനിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അതുപോലുള്ള നല്ല കഥാപാത്രം കിട്ടിയാൽ ഒരു കലാകാരനെ സംബന്ധിച്ച്, കലാകാരിയെ സംബന്ധിച്ച് ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സിനിമയിലേക്ക്.
OET IELTS പഠനം മുതൽ UK ന്യൂസിലൻഡ് റിക്രൂട്ട്മെന്റ് വരെ ജിനൂസ് അക്കാഡമി ഉറപ്പു നൽകുന്നു. SNPR Global Railways and Pilgrimage Trip and Holiday Tours. For booking, call 8008 800 800.